രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയ റിനൈസൻസ് എന്ന് പറഞ്ഞ യൂണിറ്റ് ആണ്. ഓക്കെ, സോ ഇതിനു മുൻപ് ഒരുപാട് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലൊക്കെ ഒരുപാട് നമ്മൾ എടുത്ത ഒരു ടോപ്പിക്കാണ് എന്ത് റിനൈസൻസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഏതൊക്കെ തരത്തിലാണ് അല്ലെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ വന്ന മാറ്റങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ നോക്കാം. ആദ്യം തന്നെ റിനൈസൻസ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? നവോത്ഥാനം അല്ലെ, അഥവാ റീബർത്ത് എന്ന് നമുക്ക് പറയാം. അതായത് ഒരു ബർത്ത് കൂടി അല്ലെ, ഒരു പുതിയ ബർത്ത് അല്ലെ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. നവോത്ഥാനമാണ്. നമുക്ക് ഇവിടെ എന്താണ് ഇപ്പൊ ടീച്ചർ ഈ നവോത്ഥാനത്തിൽ എന്താണ് ഇത്രയും പഠിക്കാനുള്ളത് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് ഈ കാണുന്ന അല്ലെങ്കിൽ നമുക്കുള്ള ഈ അവകാശം, ആക്ച്വലി നമ്മൾ ഇവിടെ പറയുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഇംഗ്ലണ്ടിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആണ് അല്ലെ. സോ ഇംഗ്ലണ്ട് ആ ഒരു ഇന്ന് നമ്മൾ കാണുന്ന ഇംഗ്ലണ്ട് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്നതിലേക്കുള്ള ഒരു പ്രധാന വഴിത്തിരിവാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ല? സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ റിനൈസൻസ്, നവോത്ഥാനം എവിടെ നിന്നാണ് തുടങ്ങിയത്? ഇംഗ്ലണ്ടിൽ നിന്നാണോ തുടങ്ങിയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തു നിന്നാണോ? ആണ്. എവിടെ നിന്നാണ്? ഇറ്റലി. എവിടെ നിന്നാണ് തുടങ്ങിയത് നവോത്ഥാനം? ഇറ്റലിയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നത്. അങ്ങനെ ഇറ്റലിയിൽ ചെറിയ ചെറിയ രീതിക്ക് നവോത്ഥാനത്തിന്റെ ചില ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, തെളിവുകൾ കാണിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു സമയത്താണ് ഗുട്ടൻബർഗ് എന്ത് ചെയ്യുന്നത്? പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിക്കുന്നത് അല്ലെ. അതോടുകൂടി മാത്രമല്ല, അതിനെ തുടർന്ന് വന്നുകൊണ്ടിരുന്ന ഒരുപാട് ടെക്നോളജികളിൽ വന്ന ഒരുപാട് വളർച്ചകളും എല്ലാം തന്നെ എന്തിലേക്ക് വഴിയൊരുക്കി? റിനൈസൻസ്, നവോത്ഥാനത്തിലേക്ക് വഴിയൊരുക്കി. മനസ്സിലായല്ലോ? മാത്രമല്ല ഇത് വളരെ കൂടുതൽ നമുക്ക് കാണാൻ സാധിച്ചത് ലിറ്ററേച്ചറിൽ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ തന്നെയാണ്. അതായത് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. അതായത് ഡാന്റെന്റെ ഡിവൈൻ കോമഡി, അതായത് 1320 ഡാന്റെ പുറപ്പെടുവിച്ച തന്റെ ഒരു വർക്കാണ് എന്ത്? ഡിവൈൻ കോമഡി. ആ ഡിവൈൻ കോമഡി എന്ന അദ്ദേഹത്തിന്റെ വർക്കിൽ റിനൈസൻസ്, നവോത്ഥാനത്തിന്റെ ഒരുപാടധികം തെളിവുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ചില റിനൈസൻസുമായി കണക്ട് ചെയ്യുന്ന ചില ഐഡിയാസ്, ചില ചിന്താഗതികൾ, ചില തോട്ട്സ്, ഇതൊക്കെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഈ വർക്കുകളിൽ കാണാൻ പറ്റും. ഇതേപോലെ തന്നെ ഒരുപാടധികം വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഡാന്റെന്റെ ഡിവൈൻ കോമഡിയിലാണ് നമ്മൾ കൂടുതലും റിനൈസൻസിന്റെ സ്വാധീനം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് നോക്കാം. റിനൈസൻസ് ഹ്യൂമാനിസം എന്താണ്? നവോത്ഥാന മാനവികതയാണ് നമ്മൾ ഇവിടെ എന്തുദ്ദേശിക്കുന്നത്? റിനൈസൻസ് ഹ്യൂമാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം. ഈ റിനൈസൻസ് ഹ്യൂമാനിസത്തിന്റെ വളരെ വലിയ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ കണക്കൂട്ടുന്നത് എല്ലാത്തിനും ഒരു ലോജിക്കും, അതായത് ഏതൊരു കാര്യത്തിനും ഒരു ലോജിക്കും അതേപോലെ തന്നെ റീസണിങ്ങും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത്യാവശ്യമായിരുന്നു. അതായത് ഏതൊരു കാര്യത്തെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും അതിന് പിന്നിലുള്ള ലോജിക്കും മാത്രമല്ല കാരണവും വ്യക്തമാക്കിയിരിക്കണം. മനസ്സിലായല്ലോ? എന്നുള്ള രീതിക്ക് അവകാശപ്പെടുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു ടേം ആണ് എന്തിവിടെ റിനൈസൻസ് ഹ്യൂമാനിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റിനൈസൻസ് ഹ്യൂമാനിസം ഈ ഒരു കാലഘട്ടത്തിൽ ഹ്യൂമാനിസ്റ്റുകൾ എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത് നോക്കിയാൽ, അതായത് ഒരു ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ ആണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്, ഒരു ചോദ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. എന്താണ് ആ ചോദ്യം? വാട്ട് ഇറ്റ് ഈസ് ടു ബി എ ഹ്യൂമൻ. ഓക്കെ, അതായത് ഒരു മനുഷ്യനായി ഇരിക്കുന്നു അല്ലെ, ഒരു മനുഷ്യനായി ഇരിക്കുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മനുഷ്യനായി ഇരിക്കുന്ന യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ഒരു മനുഷ്യനായി ഇരിക്കുന്നതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യം മുന്നോട്ട് വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ ഹ്യൂമാനിസ്റ്റുകൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? മാത്രമല്ല ഈ ഒരു സമയത്താണ് ദൈവത്തെയും, അതായത് ഈ ഒരു കാലഘട്ടം
ചർച്ചിന്റെ എക്കണോമിക് സ്റ്റെബിലിറ്റി ഒക്കെ വളരെ കൂടുതലാണ് അല്ലെ. അതായത് അത്രയും ചർച്ച് അത്രയും ഉദിച്ചിരുന്ന സമയമായിരുന്നു. ആ സമയത്താണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം നടക്കുന്നത്. അതിനെ തുടർന്നുകൊണ്ട് തന്നെ ഹ്യൂമാനിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തു, ഇങ്ങനെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പുറപ്പെടുവിച്ചു. മാത്രമല്ല എല്ലാത്തിനും ഒരു ലോജിക്കും ഒരു കാരണവും വേണം എന്ന് ആരവകാശപ്പെട്ടു? ഹ്യൂമാനിസ്റ്റുകൾ അവകാശപ്പെട്ടു. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തോടു കൂടി എല്ലാവരും എന്ത് ചെയ്യാൻ ആരംഭിച്ചു? ദൈവത്തെയും വിധിയെയും ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. ഇവിടെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു എന്ന് പറയുന്നത് ആരെയാണ്? ചർച്ചിനെയാണ് അല്ലെ. ചർച്ചിന്റെ അനാവശ്യമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ ഈ വിശ്വാസികളുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് ഈ ചർച്ചുകൾ ചെയ്യുന്ന ചില പ്രവൃത്തികളെയാണ് ഈ ഹ്യൂമാനിസ്റ്റുകൾ എന്ത് ചെയ്യുന്നത്? ഇവരെന്ത് ചെയ്യുന്നത്? ചോദ്യം ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ. സോ ഇത് ഇത്തരത്തിലൊക്കെയാണ് റിനൈസൻസ് പുറപ്പെടുവിക്കുന്നത്. മനസ്സിലായല്ലോ? നമുക്കിതിൽ ഒരു റിനൈസൻസ് മാൻ എന്ന്, അതായത് റിനൈസൻസ് നവോത്ഥാന മനുഷ്യൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ഇറ്റാലിയൻ ആർട്ടിസ്റ്റ് ആയ ലിയാനോ ഡാവിഞ്ചി അല്ലെ. ഈ പേര് നമുക്ക് പരിചിതമാണ് അല്ലെ. ഇദ്ദേഹം ഒരുപാട് ആർട്ട്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിനൈസൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മാത്രമല്ല പകരം ഒരേപോലെ തന്നെ ആർട്ടിലും അതേപോലെ തന്നെ ചില സ്കൾപ്ചർ എല്ലാം നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ചില ആളുകളുടെയൊക്കെ പെയിന്റിങ്ങിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. മനസ്സിലായല്ലോ? ഇവിടെ റിനൈസൻസ് മാൻ എന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ലിയാനോ ഡാവിഞ്ചിയെ നമുക്ക് പേരിട്ട് വിളിക്കാവുന്നതാണ്. മനസ്സിലായല്ലോ? ഓക്കെ. സോ നമുക്കിനി അടുത്ത് നോക്കാം ഇംഗ്ലീഷ് റിനൈസൻസ്. അതായത് ഇംഗ്ലണ്ടിൽ റിനൈസൻസ് എപ്പോഴാണ് തുടങ്ങിയത് എന്നാണ് നോക്കുന്നത്. അതായത് ഇറ്റലിയിൽ തുടങ്ങിയ നവോത്ഥാനം ഇംഗ്ലണ്ടിലേക്ക് എത്തിക്കാൻ ഒരുപാട് സമയം എടുത്തിരുന്നു. മനസ്സിലായല്ലോ? ഏകദേശം 15-ാം നൂറ്റാണ്ടോടു കൂടിയാണ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്താണ് റിനൈസൻസിന്റെ വിത്ത് എവിടെ എത്തിയത്? ഇംഗ്ലണ്ടിന്റെ കരയ്ക്കടുത്തത്. മനസ്സിലായല്ലോ? ഇംഗ്ലണ്ടിലേക്ക് നവോത്ഥാനം ആ ഒരു കാലഘട്ടത്തിൽ അത്രയും വൈകിട്ടാണ് എത്തിയത്. പിന്നെ എങ്ങനെയാണ് ഇംഗ്ലണ്ടിലോട്ട് റിനൈസൻസ് കടന്നു വരുന്നത് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ പ്രിന്റിംഗ് പ്രസ് കണ്ടുപിടിച്ചത് ഗുട്ടൻബർഗ് ആണെങ്കിലും അത് ഇംഗ്ലണ്ടിലോട്ട് എത്തിച്ചത് ആരാണ്? വില്യം കാക്സ്റ്റൺ ആണ്. മനസ്സിലായല്ലോ? സോ അങ്ങനെ ഇംഗ്ലണ്ടിലേക്ക് വില്യം കാക്സ്റ്റൺ പ്രിന്റിംഗ് പ്രസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നതോടുകൂടി എന്ത് ചെയ്യുകയാണ്? മാത്രമല്ല അതിനെ തുടർന്ന് കൊണ്ടുവന്ന ഇംഗ്ലണ്ടിലെ ചില കണ്ടുപിടുത്തങ്ങളും ചില സയന്റിഫിക് റെവല്യൂഷൻ അതൊക്കെ വരുമല്ലോ അല്ലെ. സോ അത്തരത്തിലുള്ള ടെക്നോളജിയുടെ വളർച്ചയും എല്ലാം തന്നെ ഇംഗ്ലണ്ടിലെ റിനൈസൻസിന് കാരണമായി മാറി. മനസ്സിലായല്ലോ? ഓക്കെ. ഇതിനെ തുടർന്ന് കൊണ്ട് വന്ന മറ്റൊരു ഫോർമാണ്, അതായത് ഈ റിനൈസൻസ് കാലഘട്ടത്തിൽ തന്നെ ഉദിച്ചെഴുന്നേറ്റ് വന്ന ഒരു മൊമെന്റ് ആണ് അല്ലെങ്കിൽ ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു നയമാണ് എന്ത്? റിഫോർമേഷൻ എന്ന് പറയുന്നത്. എന്താണ് റിഫോർമേഷൻ? റിഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആണ്. എന്തിനുള്ള മൂവ്മെന്റ് ആണ്? അതായത് റോമൻ കാത്തോലിക് ചർച്ച് അല്ലെ. ഈ റോമൻ കാത്തോലിക് ചർച്ചിന്റെ ചില പ്രാക്ടീസസ് ഉണ്ട്. അതായത് ഈ റോമൻ കാത്തോലിക് ചർച്ച് പെർഫോം ചെയ്ത് വരുന്ന ചില പ്രാക്ടീസസ് ഉണ്ട്. അതിനെതിരെ ആ പ്രാക്ടീസസ്, അതായത് അത് ഭയങ്കര അനീതിയാണ് ആൾക്കാരോട് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, അതായത് ചർച്ചിനോടുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ടുള്ള ചില പ്രവൃത്തികൾ ആരുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിക്കും? ചർച്ചിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? സോ അങ്ങനെയുള്ള ആ റോമൻ കാത്തോലിക് ചർച്ച് ദിവസം, അതായത് അവർ പ്രാക്ടീസ് ചെയ്ത് വരുന്ന പെർഫോം ചെയ്ത് വരുന്ന ആ പ്രാക്ടീസുകൾക്ക് എതിരെ 16-ാം നൂറ്റാണ്ടിൽ മനസ്സിലായോ 16-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ഒരു മൂവ്മെന്റ് ആണ് എന്ത്? റിഫോർമേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഈ റിഫോർമേഷന്റെ ഐഡിയാസ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് 16-ാം നൂറ്റാണ്ടിലും അതേപോലെ തന്നെ 17-ാം നൂറ്റാണ്ടിലും. മനസ്സിലായല്ലോ? ഇത്തരത്തിലാണ് റിഫോർമേഷൻ ആരംഭിക്കുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. റിഫോർമേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരുപാട് സ്വാധീനം കാണിച്ച ഒരു മൂവ്മെന്റ് ആണ് റിഫോർമേഷൻ. ഒന്നുമില്ല, റിഫോർമേഷൻ എന്ന് പറഞ്ഞല്ല, റോമൻ കാത്തലിക് ചർച്ചുകളുടെ ചില അന്യായമായ പ്രവൃത്തികളെ മാറ്റണം എന്നുള്ള രീതിക്കുള്ള ചില അങ്ങനെ ആൾക്കാരിവിടെ എതിർക്കുക ചെയ്യുന്നത്. മനസ്സിലായല്ലോ? തന്റെ വിശ്വാസത്തെ മുതലെടുത്തുകൊണ്ട് പള്ളി ചെയ്യുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെ എതിർക്കുകയാണ് ഇവിടെ സത്യത്തിൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അതാണ് റിഫോർമേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കാം.
ഈ റിനൈസൻസ് പീരിയഡ് തന്നെ. സോ ഇത്രയും കാര്യങ്ങൾ റിനൈസൻസ് പീരിയഡിലാണല്ലോ നടന്നത്. പിന്നീട് ഈ റിനൈസൻസ് പീരിയഡ് തന്നെ നമ്മൾ എന്ത് നാലായിട്ടാണ് റിനൈസൻസ് പീരിയഡ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നെന്താ എലിസബത്തൻ പീരിയഡ്, മറ്റൊന്ന് ജേക്കോബിയൻ പീരിയഡ്, മറ്റൊന്ന് കരോളൈൻ പീരിയഡ്, പിന്നെ നാലാമത്തെയാണ് കോമൺവെൽത്ത് പീരിയഡ്. ഈ 4 ടോപ്പിക് നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഈ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു പാഠത്ത് ഈ ഒരു ലെസണിൽ ഇന്ന കാലഘട്ടത്തിൽ ഇന്ന പോലെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് മാറ്റം വരുന്നു എന്നേ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിലുള്ള ആ കാലഘട്ടത്തിൽ നടന്ന സംഗതികളും അതിന്റെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ആയിട്ടുള്ള ഡിഫറൻസസും എല്ലാം വിശദമായി പറയുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിലാണ്. കേട്ടോ, മനസ്സിലായില്ല? സോ നിങ്ങൾ അത് നോക്കിയതിന് ശേഷം ഇത് നോക്കുന്നതാവും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പം. ഓക്കെ, സോ ഞാൻ പറഞ്ഞ പോലെ തന്നെ റിനൈസൻസ് 4 കാലഘട്ടമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ഏതാ എലിസബത്തൻ പീരിയഡ്, മറ്റൊന്ന് ജേക്കോബിയൻ പീരിയഡ്, മറ്റൊന്നാണ് കരോളൈൻ, ലാസ്റ്റ് ആണ് എന്ത് വരുന്നത് കോമൺവെൽത്ത് പീരിയഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് ഈ 4 കാലഘട്ടങ്ങളിലെയും പ്രത്യേകതകൾ നോക്കാം. ഓക്കെ, ആദ്യം തന്നെ എലിസബത്തൻ പീരിയഡ് അല്ലെ. എലിസബത്തൻ പീരിയഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ലിറ്ററേച്ചറിന്റെ 2ാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എലിസബത്തൻ പീരിയഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉദിച്ചു നിന്ന ഒരു സമയമാണ് എന്ത് എലിസബത്തൻ പീരിയഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മാത്രമല്ല ഈ ഒരു കാലഘട്ടത്താണ് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ പീസ് സമാധാനം എന്തെന്ന് അറിഞ്ഞത്. കാരണം എലിസബത്ത് എന്ന് പറഞ്ഞ ക്വീൻ എലിസബത്ത് പീസിന് ഒരുപാട്, മാത്രമല്ല ഈ അറിയാലോ, അതായത് കാത്തലിക്കും അതുപോലെ പ്രൊട്ടസ്റ്റന്റ്സും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വളരെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്ത് അത്തരത്തിലുള്ള തർക്കങ്ങൾ ഒഴിവാക്കിയ ഒരു രാജ്ഞിയാണ് ആര് എലിസബത്ത്. അതുപോലെ തന്നെ ഈ ഒരു രാജ്ഞിയുടെ കീഴിൽ തന്റെ പ്രജകൾ ഒരുപാടധികം സന്തോഷവും സമാധാനവും അനുഭവിച്ചിരുന്നു. അതേപോലെ തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അങ്ങോട്ട് തിളങ്ങി നിന്ന ഒരു കാലഘട്ടമാണ് എന്ത് എലിസബത്തൻ പീരിയഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. എലിസബത്തൻ പീരിയഡിൽ ഒരേപോലെ പോയട്രിക്കും അതേപോലെ തന്നെ പ്രോസിനും മാത്രമല്ല ഡ്രാമയ്ക്കും എല്ലാം തന്നെ ഒരുപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരു കാലഘട്ടമാണ് എന്ത് എലിസബത്തൻ പീരിയഡ് എന്ന് പറയുന്നത്. എലിസബത്തൻ പീരിയഡ് ഏതെങ്കിലും ഒന്ന് മാത്രമല്ല ഉദിച്ചു നിന്നത്. പോയട്രി, പ്രോസ്, അതുപോലെ തന്നെ എന്താ ഡ്രാമാസ് അല്ലെ. എലിസബത്തൻ ഡ്രാമാസ് ഒക്കെ ഫേമസ് അല്ലെ. എലിസബത്തൻ ഡ്രാമാസ്, അതുപോലെ തന്നെ സോണറ്റുകൾ അല്ലെ. സോണറ്റുകളും വളരെ ഫേമസ് ആയിരുന്നു. ഈ എലിസബത്തൻ ഏജിനെ നമ്മൾ ദി ഗോൾഡൻ ഇറ ഓഫ് സോണറ്റ് എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നുണ്ട് അല്ലെ. സോണറ്റുകൾ എന്താണെന്ന് അറിയാലോ, നമ്മളൊക്കെ 2ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്താട്ടോ. നമുക്ക് നോക്കാം. ഗോൾഡൻ ഇറ ഓഫ് സോണറ്റ് എന്ന് നമ്മൾ എന്തിനെ വിളിക്കുന്നു? എലിസബത്തൻ പീരിയഡിനെ വിളിക്കാറുണ്ട്. കാരണം സോണറ്റുകൾ അത്രയും അങ്ങോട്ട് ഒരുപാടധികം കവികൾ സോണറ്റുകളെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് എന്ത് എലിസബത്തൻ ഏജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ആക്ച്വലി സോണറ്റ് എന്ന് പറയുന്നത് ഒരു പോയമാണ്. 14 വരിയുള്ള പോയം. അത് മാത്രമല്ല അതിനൊരു സ്റ്റാൻഡേർഡ് റിതമും അഥവാ സ്റ്റാൻഡേർഡ് റൈമും എല്ലാം തന്നെ അതിലുണ്ടാവും. മോസ്റ്റ് ഓഫ് ദി ടൈം അത് എഴുതുന്നത് അയാംബിക് പെന്റാമീറ്റർ എന്ന് പറഞ്ഞ റൈം ഉപയോഗിച്ചിട്ടാണ് ദി മോസ്റ്റ് ഓഫ് ദി ടൈം സോണറ്റുകള് രൂപം കൊള്ളാറുള്ളത്. മനസ്സിലായല്ലോ? 14 റൈംസ് ആണ് ആൻഡ് ഇറ്റ് ഈസ് റിതമൈസ്ഡ് ലൈക്ക് ദി അയാംബിക് പെന്റാമീറ്റർ. മനസ്സിലായല്ലോ? ആ ഒരു സ്റ്റൈലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നോക്കാം. ഈ സോണറ്റുകൾ തന്നെ പല സോണറ്റുകൾ ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് പറഞ്ഞേ? സ്പെൻസറിയൻ സോണറ്റ്, ഷേക്സ്പിയറൻ അഥവാ ഇംഗ്ലീഷ് സോണറ്റ്, അത് കഴിഞ്ഞ് എന്താ പെട്രാർക്കിയൻ സോണറ്റ്. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ ഒരുപാട് സോണറ്റുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്ക് നോക്കാം. എലിസബത്തൻ പീരിയഡ് അല്ലെ. എലിസബത്തൻ പീരിയഡ് തന്നെ വീണ്ടും നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ദി ഏജ് ഓഫ് സ്പെൻസർ അതേപോലെ തന്നെ ഏജ് ഓഫ് ഷേക്സ്പിയർ. ഇത്തരത്തിൽ നമുക്ക് എലിസബത്തൻ ഏജിനെ തരംതിരിക്കാം. എന്തുകൊണ്ടാണ്? അതായത് എഡ്മണ്ട് സ്പെൻസറും അതേപോലെ തന്നെ വില്യം ഷേക്സ്പിയറും ഇവർ രണ്ടുപേരും അങ്ങോട്ട് തിളങ്ങി നിന്ന അല്ലെങ്കിൽ ഉദിച്ചു നിന്ന തങ്ങളുടെ മാക്സിമം പോയട്രി അല്ലെങ്കിൽ തങ്ങളുടെ മാക്സിമം വർക്ക്. ഇപ്പൊ ഷേക്സ്പിയറെ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരുപാട് പോയംസും ഒരുപാട് സോണറ്റുകളും അതേപോലെ തന്നെ ഇഷ്ടം പോലെ എപ്പോഴും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പ്രോസും അതേപോലെ തന്നെ എന്താ ഡ്രാമാസും ഇദ്ദേഹം പ്ലേ ചെയ്തിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ സ്പെൻസർ അല്ലെ, എഡ്മണ്ട് സ്പെൻസർ, ഇവരൊക്കെ അവരുടെ മാക്സിമം അവർ കാണിച്ച ഒരു അത്രയ്ക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു
എലിസബത്തൻ പീരീഡിൽ. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. ഈ എലിസബത്തൻ ഇംഗ്ലണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ദി നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ്സ് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. മനസ്സിലായി? എലിസബത്തൻ കാലഘട്ടത്തിൽ എലിസബത്തൻ ഇംഗ്ലണ്ടിനെ വിളിച്ച പേരാണ് എന്ത്? ദി നെസ്റ്റ് ഓഫ് സിംഗിങ് ബേർഡ് എന്ന് പറഞ്ഞാൽ അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. മനസ്സിലായല്ലോ? സോ നമുക്ക് ഇനി അടുത്തത് നോക്കാനുള്ളത് എലിസബത്തൻ പീരിയഡിൽ ജീവിച്ചിരുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയറ്റ്സ്, കവികൾ ആരാണ് നമുക്ക് നോക്കാം. ആദ്യം തന്നെ സർ തോമസ് വാട്ട്. ഓക്കെ, അദ്ദേഹം 1503 മുതൽ 1542 കാലഘട്ടം വരെ ജീവിച്ചിരുന്ന ഒരു പോയറ്റ് ആണ് സർ തോമസ് വാട്ട് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഒരുപാട് നല്ല രീതിക്ക് ഇദ്ദേഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? പിന്നെ മറ്റൊരാളാണ് ഏൾ ഓഫ് സെർലി. ആരാണ്? ഏൾ ഓഫ് സെർലി. ഓക്കെ, ഇദ്ദേഹം 1517 മുതൽ 1547 കാലഘട്ടം വരെ ജീവിച്ച ഒരു പോയറ്റ് ആണ്. മാത്രമല്ല സർ ഫിലിപ്പ് സിഡ്നി, ഇദ്ദേഹം 1554 മുതൽ 1586 കാലഘട്ടം വരെ ജീവിച്ച ഒരു എലിസബത്തൻ പോയറ്റ് ആണ് ഇദ്ദേഹം. മാത്രമല്ല എഡ്മണ്ട് സ്പെൻസർ അല്ലെ, ഇനി നമുക്ക് പ്രധാനമായിട്ട് അറിയാം എഡ്മണ്ട് സ്പെൻസർ അല്ലെ. ഞാൻ പറഞ്ഞിരുന്നു ഇദ്ദേഹം യഥാർത്ഥത്തിൽ ചോസർ അല്ലെ, ജെഫ്രി ചോസർ, ഫാദർ ഓഫ് ഇംഗ്ലീഷ് പോയട്രി, ഇദ്ദേഹം ജെഫ്രി ചോസർ കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സ്ഥാനമുള്ളത് ആർക്കായിരുന്നു? അത്ര എഡ്മണ്ട് സ്പെൻസറിനായിരുന്നു. മനസ്സിലായല്ലോ? സോ അത്രയും മേജർ വർക്ക്സും അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരുപാട് മാറ്റങ്ങളും കൊണ്ടുവരാൻ സാധിച്ച ഒരു പോയറ്റ് ആണ് ഇദ്ദേഹത്തിന്റെ വർക്കുകളിലൂടെ. മനസ്സിലായല്ലോ? ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട വർക്ക്സുകൾ നമുക്ക് പരിചയപ്പെടാം. ആദ്യം തന്നെ ദി ഫെയറി ക്വീൻ. അത് ഒരുപാടധികം അല്ലെങ്കിൽ റിനൈസൻസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത അല്ലെങ്കിൽ അത്തരത്തിൽ അത്രയും ദി ഫേമസ് എമംഗ് ഹിസ് വർക്ക്. ഓക്കെ, അദ്ദേഹത്തിന്റെ വർക്കുകൾ ഏറ്റവും ഫേമസ് ആയതാണ് ദി ഫെയറി ക്വീൻ എന്ന്. മാത്രമല്ല ദി ഷിപ്പാർഡ് കലണ്ടർ, അതേപോലെ തന്നെ അമോററ്റ് ആൻഡ് എപ്പിത്തലാമിയൻ അല്ലെ. എപ്പിത്തലാമിയൻ ഒക്കെ നമുക്ക് ഇനി വരുന്ന ലെസണിൽ നമുക്ക് പഠിക്കാനുണ്ട് എപ്പിത്തലാമിയൻ മുഴുവനായിട്ട് അല്ലെ. അതേപോലെ തന്നെ പ്രൊത്താലാമിയൻ അല്ലെ, എപ്പിത്തലാമിയൻ ആൻഡ് പ്രൊത്താലാമിയൻ, ഇത്തരത്തിൽ ഒരുപാട് വർക്ക്സുകളാണ് ഇദ്ദേഹം നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്കിനി അടുത്ത് നോക്കാം. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എലിസബത്തൻ പോയട്രിയെ കുറിച്ചാണ് അല്ലെ, എലിസബത്തിന്റെ മേജർ പോയിറ്റ്സ്. ഇനി നമുക്ക് നോക്കാം എലിസബത്തൻ പ്രോസ്. ഓക്കെ, എലിസബത്തൻ പ്രോസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരുപാടധികം പാംപ്ലെറ്റ്സും, അതായത് പാംപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലഘു രേഖകൾ അഥവാ ലഘു ലേഖനങ്ങൾ. മനസ്സിലായല്ലോ? പാംപ്ലെറ്റ്സും അതുപോലെ തന്നെ ട്രീറ്റീസും ട്രാക്ട്സും എല്ലാം തന്നെ ഇത്തരത്തിലുള്ള പ്രോസുകളൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല എലിസബത്തൻ പ്രോസിന്റെ വളരെയേറെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രാൻസിസ് ബേക്കൺ എന്ത് കൊണ്ടുവന്നു? ഒരു പുതിയ ഫോം ഓഫ് പ്രോസ്. എന്താ അത്? എസ്സേ. നമ്മളിന്ന് കാണില്ലേ എസ്സേ റൈറ്റിംഗ് അല്ലെ, ആ ഒരു രൂപം ഫ്രാൻസിസ് ബേക്കൺ എലിസബത്തിന്റെ പീരിയഡ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്താണ് അദ്ദേഹം അത് കൊണ്ടുവന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമുക്ക് നോക്കാം ഇനി എലിസബത്തൻ പ്രോസ് എഴുതുന്ന കുറച്ച് പ്രധാനപ്പെട്ട പോയറ്റ്സുകളെ കുറിച്ച് നമുക്ക് നോക്കാം അല്ലെ. ആദ്യം തന്നെ സർ തോമസ് മോർ. ഇദ്ദേഹം 1478 മുതൽ 1535 വരെ ജീവിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രോസ് എഴുതുന്ന ഒരു പോയറ്റാണ് സർ തോമസ് മോർ. ഇദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്ക് ഉണ്ട്, ഭയങ്കര ഫേമസ് ആ. ഏതാന്ന് നിങ്ങൾക്ക് അറിയാമോ? അതെ, ഉട്ടോപ്പിയ. ഓക്കെ, എന്താണ് ഉട്ടോപ്പിയ? അതാ ഈ ഉട്ടോപ്പിയ എന്ന് പറഞ്ഞ വർക്ക് ഒരുപാടധികം വേറെ ഇഷ്ടം പോലെ പല ലാംഗ്വേജിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ്. ഇദ്ദേഹം ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1516 കാലഘട്ടത്താണ്. മനസ്സിലായല്ലോ? മാത്രമല്ല ദി ഹിസ്റ്ററി ഓഫ് കിങ് റിച്ചാർഡ് III ആ ഒരു പുസ്തകവും ആര് രചിച്ചിരുന്നു? സർ തോമസ് മോർ രചിച്ചു. ഇത് രണ്ടും ചരിത്രപ്രധാനമായ അല്ലെങ്കിൽ അത്രയും നമുക്ക് ഫേമസ് ആയിട്ടുള്ള രണ്ട് വർക്കാണ് കേട്ടോ ഇദ്ദേഹത്തിന്റെ. പിന്നെ അടുത്ത് നോക്കാം ഫ്രാൻസിസ് ബേക്കൺ. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, എസ്സേ എന്ന് പറഞ്ഞ ഒരു ന്യൂ ഫോം ഓഫ് പ്രോസ് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ആര്? ഫ്രാൻസിസ് ബേക്കൺ അല്ലെ. ഇദ്ദേഹത്തിന്റെ കുറച്ച് വർക്കുകൾ നോക്കാം. നോവും ഓർഗാനം, അതായത് 1620 ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. മാത്രമല്ല ദി അഡ്വാൻസ്മെന്റ് ഓഫ് ലേണിംഗ്. ഓക്കെ, പിന്നെ എസ്സേസ്, ഒരുപാട് എസ്സേസ് ഒക്കെ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി അടുത്തതാണ് സർ വാൾട്ടർ റാലി. ഓക്കെ, അത് 1554 മുതലാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ആരംഭിക്കുന്നത്. അവസാനിക്കുന്നത് 1618 കാലഘട്ടത്താണ്. ഓക്കെ, ആരാ? സർ വാൾട്ടർ റാലി. മനസ്സിലായല്ലോ? ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട വർക്ക്സ് നോക്കാം. ദി ഡിസ്കവറി ഓഫ് ഗ്വാനിയ,
അതുപോലെ തന്നെ ദി ലാസ്റ്റ് ഫൈറ്റ് ഓഫ് ദി റിവെഞ്ച്, ഇത് 1591 അദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഒരു വർക്കാണ് 1614 കാലഘട്ടത്തിൽ ഇദ്ദേഹം പബ്ലിഷ് ചെയ്ത ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. എന്താ? ദ ഹിസ്റ്ററി ഓഫ് ദി വേൾഡ്. മനസ്സിലായല്ലോ. സോ അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിറ്റ് തന്നെയാണ്. ഇനി അടുത്ത് നോക്കാം ജോൺ ലൈലി. 1553 മുതലാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം ആരംഭിക്കുന്നത്, അവസാനിക്കുന്നത് 1606 കാലഘട്ടം. ആരാ? ജോൺ ലൈലി അല്ലെ. ഇദ്ദേഹത്തിന്റെ ഒരുപാട് വർക്ക്സുകൾ നമുക്ക് കാണാം തീർച്ചയായിട്ടും. അതായത് ഇദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വർക്കാണ് എന്തത്? യൂഫിയസ് ദി അനാട്ടമി ഓഫ് വിറ്റ്. ഓക്കെ, ദി അനാട്ടമി ഓഫ് വിറ്റ്. അതായത് 1578 ഇദ്ദേഹത്തിന്റെ ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. നമുക്ക് നോക്കാം ഇനി അടുത്ത ആൾ അല്ലെങ്കിൽ അടുത്ത ഒരു പോയിറ്റ് ആണ് റോബർട്ട് ഗ്രീൻ. തീർച്ചയായിട്ടും നമുക്ക് ഈ പേരുകൾ അറിയാം അല്ലെ, ഒക്കെ നമ്മൾ കേട്ട് പഠിച്ച പേരുകളാണ് അല്ലെ. റോബർട്ട് ഗ്രീൻ നോക്കാം. 1558 മുതൽ 1592 വരെയാണ് ഇദ്ദേഹത്തിന്റെ കാലഘട്ടം യഥാർത്ഥത്തിൽ നീണ്ടുപോകുന്നത്. മനസ്സിലായല്ലോ. ഇദ്ദേഹത്തിന്റെ കുറച്ച് പ്രധാനപ്പെട്ട വർക്ക്സുകൾ നമുക്ക് നോക്കാം. പെൻഡോസ്റ്റോ ആൻഡ് ദി ഹിസ്റ്ററി ഓഫ് ഒറാലൻഡോ ഫ്യൂരിയോസോ. അതായത് ഇത്തരത്തിലുള്ള, അതായത് നോക്കാം നമുക്ക് 1594 കാലഘട്ടത്താണ് ഇദ്ദേഹം തന്റെ പുസ്തകമായ ദി ഹിസ്റ്ററി ഓഫ് ഒർലാൻഡോ ആൻഡ് ഫ്യൂരിയോസോ എന്ന് പറഞ്ഞ ഈ ഒരു പുസ്തകം ഇദ്ദേഹം പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിനി അടുത്തത് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചിട്ടാ? എലിസബത്തൻ കാലഘട്ടത്തുണ്ടായിരുന്ന കുറച്ച് പ്രോസ്, അതായത് പ്രോസ് എഴുതുന്ന കുറച്ച് പോയിറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കിയത് അല്ലെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം എലിസബത്തൻ ഡ്രാമ അല്ലെ. എലിസബത്തൻ കാലഘട്ടത്തിൽ പോയട്രിയും പ്രോസും സോണറ്റുകളും ഇതിനെ പോലെ തന്നെ ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫോം ഓഫ് ലിറ്റററിയാണ് ഇത് ഡ്രാമ അല്ലെ. ഡ്രാമാസ് എന്ന് പറയുന്നത് നോക്കാം. ഈ ഡ്രാമാസ് ഏറ്റവും കൂടുതൽ എഴുതിയിരുന്ന വ്യക്തികൾ ആരാണ്? ക്രിസ്റ്റഫർ മാർലോ. ഓക്കെ, ക്രിസ്റ്റഫർ മാർലോ ആൻഡ് തോമസ് ലോഡ്ജ് ആൻഡ് ജോർജ് പീലി. മാത്രമല്ല തോമസ് ക്രിസ്റ്റഫർ മാർലോ മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടി ഉണ്ട്. ആരത് പറഞ്ഞേ? വില്യം ഷേക്സ്പിയർ അല്ലെ. വില്യം ഷേക്സ്പിയർ കൂടി ഇദ്ദേഹം ഒരുപാട് ഡ്രാമാസ് എഴുതിയിട്ടുണ്ട് അല്ലെ. നമുക്ക് നോക്കാം. എലിസബത്തൻ പീരിയഡിലാണ് ഡ്രാമ എന്ന് പറയുന്നത് അതിന്റെ ഓൺ ഇറ്റ്സ് പീക്ക്, അതിന്റെ ഏറ്റവും പീക്കിലോട്ട് നിന്ന ഒരു കാലഘട്ടമാണ് എലിസബത്തൻ പീരിയഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നോക്കാം. അതായത് അതിന്റെ ഒരു പ്രത്യേക തരം ലാംഗ്വേജും അതിന്റെ ആ ഒരു ഓഡിയൻസിന് കാണുകയാണ്. ഓഡിയൻസിന് എന്തെങ്കിലും ഒരു തീം കൊണ്ട്, അതിപ്പോ പല തീമും ആകാം. ഏതൊക്കെയാ തീമുകൾ? കോമഡി ആകാം, ട്രാജഡി ആകാം, ഹിസ്റ്ററി പ്ലേ ആകാം അല്ലെ. ഇത്തരത്തിൽ ഒരുപാട് ഉണ്ടല്ലോ അല്ലെ തീംസ്. അപ്പോൾ ഇത്തരത്തിലുള്ള തീംസുകൾ ഉപയോഗിച്ചിട്ട് ഓഡിയൻസിനെ ഒന്ന് എന്റർടൈൻ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ഡ്രാമ. ഇതാണ് എലിസബത്തൻ ഡ്രാമന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. സോ നമുക്ക് ഇനി അടുത്തത് നോക്കാം. വില്യം ഷേക്സ്പിയർ. ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, വില്യം ഷേക്സ്പിയർ യഥാർത്ഥത്തിൽ ആരാണ്? യഥാർത്ഥത്തിൽ ഇദ്ദേഹം 2 വലിയ ലോങ് നറേറ്റീവ് പോയംസ് ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. പോരാത്തതിന് ഒരുപാട് സോണറ്റുകളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് തന്നെ 38 പ്ലേസ് ആണ്, അതാ 38 ഡ്രാമാസ് ആണ് രചിച്ചത്? വില്യം ഷേക്സ്പിയർ രചിച്ചത്. മനസ്സിലായല്ലോ. ഇദ്ദേഹം ആക്ച്വലി ദി ലോർഡ് ചാംബർലിൻസ് മെൻ എന്ന് പറഞ്ഞ ഒരു തിയേറ്ററിലെ ഒരു അംഗമായിരുന്നു. ആര്? ലണ്ടനിലുള്ള തിയേറ്റർ ആയിരുന്നു കേട്ടോ. സോ ഈ തിയേറ്റർ പിന്നീട് പേര് മാറ്റി. ഓക്കെ, സോ അത്തരത്തിൽ ഈ ഒരു തിയേറ്ററിലെ ഒരു അംഗമായിരുന്നു ആര്? വില്യം ഷേക്സ്പിയർ. അവിടെ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം തന്റെ ഈ 38 പ്ലേസ് രചിച്ചതും അത് ഓഡിയൻസിലേക്ക് എത്തിച്ചതും ആ ഒരു തിയേറ്റർ മൂലമാണ്. മനസ്സിലായല്ലോ. ഓക്കെ, സോ നമുക്കിനി അടുത്ത് നോക്കാം. പിന്നീടാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഫേമസ് ആയ ഗ്ലോബ് തിയേറ്റർ, അതായത് 1599 എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഒരുപാട് പ്ലേസ് വില്യം ഷേക്സ്പിയറിന്റെ ഒരുപാട് പ്ലേസ് നമുക്ക് നോക്കാനുണ്ട്. അതിലെ ചിലതാണ് മാക്ബെത്ത്, ഒതെല്ലോ, മാത്രമല്ല കിങ് ലിയർ ആൻഡ് ഓഫ് കോഴ്സ് ഹാംലെറ്റ്. ഇതൊക്കെ നമുക്ക് ഇദ്ദേഹത്തിന്റെ ഡ്രാമാസിന്റെ ചില എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കണക്കൂട്ടാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ വില്യം ഷേക്സ്പിയറിന്റെ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇതൊന്നും പോരാ അല്ലെ. ഇതൊന്നും പോരാ, ഒരുപാടധികം ഉണ്ട്. പക്ഷേ ആക്ച്വലി വില്യം ഷേക്സ്പിയറുടെ പ്ലേസ് എന്ന് പറയുന്നത് ഏതൊക്കെ രീതിക്കാവും?
കോമഡീസ് ആകും, മാത്രമല്ല ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആകും, അല്ലെങ്കിൽ ട്രാജഡി ആകും. അപ്പൊ മാക്ബത്ത്, ഒതല്ലോ എന്നൊക്കെ പറഞ്ഞത് ആക്ച്വലി ട്രാജഡി ആണ്. ഓക്കെ, അതാണ് അതിന്റെ തീം. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ റൊമാൻറ്റിക് തീം ആവാം അല്ലേ? നമുക്കറിയാം ആന്റണി ആൻഡ് ക്ലീയോപാട്ര ഒരുപാടുണ്ട്. സോ ഇദ്ദേഹം എല്ലാ രീതിയിലും അല്ലെങ്കിൽ ലിറ്ററേച്ചറിലെ ഏറെക്കുറെ എല്ലാ മേഖലയിലും തന്റെ കഴിവ് തെളിയിച്ച ആശാനാണ് ആര്? വില്യം ഷേക്സ്പിയർ. മനസ്സിലായല്ലോ? സോ ഇദ്ദേഹത്തെ കുറിച്ച് ഒരുപാടധികം പറയാനുണ്ടെങ്കിലും അതെല്ലാം നമ്മൾ യഥാർത്ഥത്തിൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഹിസ്റ്ററിയിൽ നമ്മൾ വളരെ നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ലിറ്ററേച്ചർ ഈ പോർഷൻസിൽ നമുക്ക് ആകെ ഇത്ര പഠിക്കാൻ തന്നിട്ടുള്ളൂ. ഓക്കെ, വില്യം ഷേക്സ്പിയർ ആയിക്കോട്ടെ, മറ്റേത് കവികളായിക്കോട്ടെ, ഇത് മാത്രമേ നമുക്ക് ലിമിറ്റഡ് ആണ്. ലിറ്ററേച്ചർ, ഈ ഇൻട്രൊഡക്ഷൻ ടു ലിറ്ററേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ലിമിറ്റഡ് ആണ്. മനസ്സിലായോ? പക്ഷെ ബ്രിട്ടീഷ് ഹിസ്റ്ററി അങ്ങനെയല്ല, അത്രയും ഉണ്ട് നമുക്ക് പറയാനും പഠിക്കാനും എല്ലാം. ഓക്കെ, സോ അത് നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായല്ലോ? സോ ഇത്രയേ ഉള്ളൂ എലിസബത്തൻ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത, അതായത് റിനൈസൻസിന്റെ അടുത്ത ഒരു പീരിയഡ് ആണ് എന്ത്? ജേക്കോബിയൻ പീരിയഡ് എന്ന് പറയുന്നത്. ആക്ച്വലി 1603 കാലഘട്ടം മുതൽ 1625 കാലഘട്ടം വരെ നീണ്ടു നിൽക്കുന്ന ഒരു റിനൈസൻസിന്റെ കാലഘട്ടമാണ് എന്ത്? ജേക്കോബിയൻ പീരിയഡ്. കിങ് ജെയിംസ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന ആ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ജേക്കോബിയൻ പീരിയഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? സോ ഈ ജേക്കോബിയൻ പീരിയഡിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ, അതുപോലെ തന്നെ ലിറ്ററേച്ചറിന്റെ എല്ലാ ഫോംസിലും വന്ന മാറ്റങ്ങൾ എന്തൊക്കെ എന്നാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? സോ നമുക്ക് നോക്കാം. ജേക്കോബിയൻ പീരിയഡിൽ ഉണ്ടായിരുന്ന ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡാർക്ക്. ഓക്കെ, അത് ഭയങ്കര ഡാർക്ക് ആയിരുന്നു. മാത്രമല്ല എല്ലാത്തിനും അതിലൊരു ശാന്തമായ ടോൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിലായോ? കുറെ കൂടി ഡാർക്ക് ആയിരുന്നു. മാത്രമല്ല ശാന്തമായ, അല്ലെങ്കിൽ അതായത് ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് റിനൈസൻസിന്റെ ആ ഒരു ആവേശമെല്ലാം എന്ത് ചെയ്തു വന്നു? കുറഞ്ഞ് മുഴുവനായിട്ട് തന്നെ എന്തായി മാറി? ഇല്ലാതായിട്ട് മാറി. മനസ്സിലായല്ലോ? സോ ഇതാണ് പറയുന്നത്. മാത്രമല്ല ഇതിനോടനുബന്ധിച്ച് തന്നെയാണ് എന്താണ് ജേക്കോബിയൻ പീരിയഡിലുള്ള ലിറ്ററേച്ചർ എന്തായി മാറിയത്? കുറെ കൂടി ഡാർക്ക് ഹ്യൂമറും, മാത്രമല്ല കുറെ കൂടി ശാന്തമായ ടോണുള്ള ഒരു ഫോം ഓഫ് ലിറ്ററേച്ചർ, അത്തരത്തിലാണ് ലിറ്ററേച്ചറിന്റെ പോക്ക് പോയിരുന്നത്. മനസ്സിലായിരുന്നോ? നമുക്ക് നോക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കവികളെ കുറിച്ച് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ, അതായത് ഷേക്സ്പിയറിന്റെ ഒരുപാടധികം ട്രാജഡീസും, അതേപോലെ തന്നെ ബെൻ ജോൺസന്റെ സാട്രിക്കൽ വർക്ക്സ്, അതായത് എന്താ ആക്ഷേപഹാസ്യങ്ങൾ, ബെൻ ജോൺസന്റെ ഒരുപാട് ആക്ഷേപഹാസ്യങ്ങളും എല്ലാം തന്നെ നിലവിൽ വന്ന ഒരു കാലഘട്ടമായിരുന്നു ഏത്? ജേക്കോബിയൻ പീരിയഡ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇനി നമുക്ക് നോക്കാം ജേക്കോബിയൻ ഡ്രാമയുടെ പ്രത്യേകത. നമുക്ക് നോക്കാം അല്ലെ? നമ്മൾ നോക്കിയിരുന്നു എലിസബത്തൻ ഡ്രാമയുടെ പ്രത്യേകതകൾ. അതേപോലെ തന്നെ ജേക്കോബിയൻ ഡ്രാമയെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുകയാണ്. എന്നിരുന്നാൽ നമുക്ക് ആദ്യം തന്നെ അറിയാൻ സാധിക്കുന്നത് ജേക്കോബിയൻ ഡ്രാമ എന്ന് പറഞ്ഞ ഒരുപാട് ആക്ഷേപഹാസ്യങ്ങളും, അതേപോലെ തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഹ്യൂമറുകളും, അതേപോലെ തന്നെ ഒരുപാട് എന്താ പറയാ ഹ്യൂമാനിറ്റിന്റെ ഡാർക്ക് സൈഡ്, ഓക്കെ, മനുഷ്യരുടെ ഡാർക്ക് സൈഡ് കൂടുതൽ അങ്ങോട്ട് എടുത്തു കാണിക്കുന്ന ഒരു തരത്തിലുള്ള ഡ്രാമയായിരുന്നു ഏത്? ജേക്കോബിയൻ ഡ്രാമ. എന്താണ് ഇവിടെ മനുഷ്യന്റെ ഡാർക്ക് സൈഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ചില പ്രത്യേക ടോപ്പിക്സ്, അതായത് വയലൻസ്, അതേപോലെ തന്നെ എവിൽ, ഓക്കെ, ദുഷ്ട കഥാപാത്രങ്ങൾ, അതേപോലെ തന്നെ സെക്സ്, ഇത്തരത്തിലുള്ള ചില ഹ്യൂമാനിറ്റിന്റെ തന്നെ ആ ഒരു ഡാർക്ക് സൈഡ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ടോപ്പിക്സുകൾ ഒരുപാട് തന്നെ ഈ ജേക്കോബിയൻ ഡ്രാമയിൽ എന്ത് ചെയ്തു? ഉപയോഗിച്ചു വന്നു. മനസ്സിലായല്ലോ? സോ അതുവരെ ഉണ്ടായിരുന്ന എലിസബത്തൻ ഡ്രാമ എന്തിനായിരുന്നു? എന്റർടൈൻമെന്റിന് വേണ്ടിയാണെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ എന്തായി മാറി? കിങ് ജെയിംസിന്റെ തന്നിഷ്ടപ്രകാരത്തിലുള്ള ചില ഫോംസ് ആയി മാറി. മനസ്സിലായല്ലോ? സോ അവർക്ക് വേറെ വഴിയില്ല. കാരണം പോയറ്റ്സുകൾക്ക് തന്റെ രാജാവിനെ സന്തോഷിപ്പിക്കുന്ന രീതിയിലുള്ള ടോപ്പിക്സുകളിലെ തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എഴുതാൻ പറ്റുള്ളൂ. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലുള്ള ടോപ്പിക്സുകളൊക്കെ ആയിരുന്നു ജേക്കോബിയൻ ഡ്രാമ ഡീൽ ചെയ്തിരുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, സോ നമ്മൾ നോക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് പ്ലേ റൈറ്റേഴ്സ് ആരാ നോക്കാം. ഒന്ന് തീർച്ചയായിട്ടും ആദ്യം തന്നെ വില്യം ഷേക്സ്പിയർ, മാത്രമല്ല ബെൻ ജോൺസൺ ആൻഡ് ജോൺ ഫ്ലെച്ചർ, തോമസ് മിഡിൽട്ടൺ, ജോർജ് ചാപ്ലിൻ, ഇത്തരത്തിലുള്ള കുറച്ച് റൈറ്റേഴ്സ് ആണ് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ സാധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആര്? ബെൻ ജോൺസൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ബെൻ ജോൺസന്റെ ഒരുപാട്
ആക്ഷേപഹാസ്യങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിന്ന ഒരു കാലഘട്ടമായിരുന്നു ഇത് ജേക്കോബിയൻ പീരീഡ്. മനസ്സിലായല്ലോ? ഇത്തരത്തിലാണ് യഥാർത്ഥത്തിൽ ഇത് ജേക്കോബിയൻ പീരീഡ് എന്ന് പറയുന്നത് എലിസബത്തൻ പീരീഡിൽ നിന്നും അത്രയധികം വ്യത്യാസമായിരുന്നു. അത് ഡ്രാമയിലും പോയട്രികളിലും പ്രോസിലും എല്ലാം നമുക്ക് കാണാമായിരുന്നു അല്ലെ? ഓക്കെ, സോ ഇത്തരത്തിലാണ് ജേക്കോബിയൻ പീരീഡ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത റിനൈസൻസിന്റെ അടുത്ത ഒരു പീരീഡ് നമുക്ക് നോക്കാം. എന്താ? ദി കരോളൈൻ ഇറ. എന്താണ് ദി കരോളൈൻ ഇറ? ആക്ച്വലി ഇത് 1625 കാലഘട്ടം മുതൽ 1649 കാലഘട്ടം വരെ നീണ്ടു നിന്നിരുന്ന ഒരു കാലഘട്ടമാണ് ദി കരോളൈൻ ഇറ എന്ന് പറയുന്നത്. ആക്ച്വലി ഇത് തുടങ്ങുന്നത് കിങ് ചാൾസ് ഒന്നാമൻ, രാജാവായ ചാൾസ് ഒന്നാമന്റെ അല്ലെങ്കിൽ അദ്ദേഹം ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ ഇവിടെ കരോളൈൻ ഇറ എന്നുകൊണ്ട് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് നോക്കാം. ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് ചാൾസ് ഒന്നാമൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട കാര്യം എന്താ? സിവിൽ വാർ ആണ്. മനസ്സിലായോ? അതായത് സിവിൽ വാർ ആരൊക്കെ തമ്മിലായിരുന്നു എന്ന് പറഞ്ഞേ? കിങ് ചാൾസ് ഒന്നാമനും അതേപോലെ തന്നെ ആ കാലത്ത് നിലനിന്നിരുന്ന പാർലമെന്റ്, മനസ്സിലായല്ലോ? അവരുടെ പാർലമെന്റ്, ആ പാർലമെന്റിന്റെ അണ്ടറിലുള്ള പ്യൂരിറ്റൻസ്, മനസ്സിലായല്ലോ? ഈ പാർലമെന്റും ഈ കിങ് ചാൾസ് ഒന്നാമനും തമ്മിലുള്ള യുദ്ധമാണ് എന്ത് ഇവിടെ പറയുന്നത്? ഇവിടെ സിവിൽ വാർ, അവര് തമ്മിലാണ് സിവിൽ വാർ. മനസ്സിലായല്ലോ? മാത്രമല്ല നമുക്ക് നോക്കാം, രാജാവിന്റെ സപ്പോർട്ടേഴ്സിനെ നമ്മൾ കാവലറീസ് എന്നും മാത്രമല്ല ഈ പാർലമെന്റിന്റെ സപ്പോർട്ടേഴ്സിനെ റൗണ്ട് ഹെഡ്സ് എന്നുമാണ് വിളിച്ചിരുന്നത്. മനസ്സിലായല്ലോ? ഈ രണ്ട് ടേംസ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഏതൊക്കെയാണ്? കാവലറീസും അതേപോലെ തന്നെ റൗണ്ട് ഹെഡ്സും. മനസ്സിലായല്ലോ? സോ ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ കരോളൈൻ ഇറയിൽ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, പോയട്രിക്കും അതേപോലെ തന്നെ പ്രോസിനും സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്തുണ്ടായിരുന്നു? ലിമിറ്റ്സ് ഉണ്ടായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ലിമിറ്റുകൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോയറ്റ്സിനൊന്നും എന്തുണ്ടായിരുന്നില്ല? തന്റെ എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, തങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ച് എഴുതുക എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യം തന്നെ ഏകദേശം എല്ലാ കവികൾക്കും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമാണ് ഇത് ദി കരോളൈൻ ഇറ എന്ന് പറയുന്നത്. ഈ കരോളൈൻ ഇറ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പൊളിറ്റിക്കൽ ചേഞ്ചസ് ആണ്. ഈ കരോളൈൻ ഇറ കൂടുതലും ഇംഗ്ലണ്ടിൽ കാണിക്കുന്നത്. മനസ്സിലായല്ലോ? ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നതിലുപരി ഏറ്റവും കൂടുതൽ നമുക്ക് മാറ്റങ്ങൾ കാണാൻ സാധിച്ചത് ഇംഗ്ലണ്ടിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. മനസ്സിലായല്ലോ? ആക്ച്വലി ഇവിടെ എന്ത് ചെയ്തു? പോയട്രിയും പ്രോസും പതിയെ ഈ കരോളൈൻ ഇറയിൽ എന്ത് സംഭവിച്ചു? ഡിമിനിഷ്, അതായത് ഇല്ലാതായി വരാൻ ആരംഭിച്ചു. പക്ഷെ എന്തിന് അനുവാദം ഉണ്ടായിരുന്നു? രണ്ട് തരത്തിലുള്ള പോയട്രി എഴുതാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഓക്കെ, ഏതൊക്കെയാണ് അത്? ഒന്ന് മെറ്റാഫിസിക്കൽ പോയട്രി, മറ്റൊന്ന് കാവലിയർ പോയട്രി. മനസ്സിലായാലും കാവലിയർ പോയട്രിയും അതേപോലെ തന്നെ മെറ്റാഫിസിക്കൽ പോയട്രി എഴുതാനുള്ള സ്വാതന്ത്ര്യം മാത്രം അന്നത്തെ കവികൾക്ക് ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു ഇറ അഥവാ നമ്മുടെ കരോളൈൻ ഇറ അഥവാ ചാൾസ് ഒന്നാമന്റെ അല്ലെങ്കിൽ സിവിൽ വാറിന്റെ തുടക്കം കുറിച്ച ഇറ. ഇത്തരത്തിലൊക്കെയാണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ സ്വാധീനം. പിന്നെ പ്രോസിനും പോയട്രിക്കും ഇത്രയും ലിമിറ്റ് വെച്ചെങ്കിൽ ഡ്രാമന്റെ കാര്യമൊന്നും പറയാൻ തന്നെ നിൽക്കണ്ട അല്ലെ? കാരണം എന്താ? തിയേറ്റർ ഒന്നും എന്ത് ചെയ്തില്ല, തിയേറ്റേഴ്സിനൊന്നും ഒട്ടും പ്രാധാന്യം ഉണ്ടായിരുന്നില്ല, ഡ്രാമാസിനൊന്നും. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്തരത്തിൽ ഈ ഒരു ഇറ നയിക്കുന്നത് ദി കോമൺവെൽത്ത് പീരീഡിലോട്ടാണ് നയിക്കുന്നത്. എങ്ങനെയാണ് ഈ കോമൺവെൽത്ത് പീരീഡ് നടക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ, സിവിൽ വാർ എത്തരത്തിലാണ് അവസാനിച്ചത്? ഞാൻ പറഞ്ഞു, സിവിൽ വാർ ചാൾസ് ഒന്നാമനും അതുപോലെ തന്നെ പാർലമെന്റും തമ്മിലാണ് അല്ലെ? ഇത്തരത്തിൽ ഈ പാർലമെന്റ് എന്ത് ചെയ്യുകയാണ്? ഈ ചാൾസ് ഒന്നാമനെ തൂക്കിലേറ്റുകയാണ്. അഥവാ രാജ്യദ്രോഹ കുറ്റത്തിന് ചാൾസ് ഒന്നാമനെ എന്ത് ചെയ്യുകയാണ്? തൂക്കിലേറ്റ് കൊന്നുകളയുകയാണ്. മനസ്സിലായല്ലോ? അതിനെ തുടർന്നുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്നത് ആരാണ്? ഈ പാർലമെന്റ് ആണ്. മനസ്സിലായല്ലോ? ഈ പാർലമെന്റ് ഇംഗ്ലണ്ടിൽ നിലവിൽ കൊണ്ടുവന്ന ഒരു ആക്ട് ആണ് എന്ത്? കോമൺവെൽത്ത് ആക്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ ആ കോമൺവെൽത്ത് ആക്ട് നിലവിൽ വന്ന ആ ഒരു കാലഘട്ടത്തെ നമ്മൾ കോമൺവെൽത്ത് പീരീഡ് എന്ന് നമ്മൾ വിളിക്കുന്നു. മനസ്സിലായല്ലോ? ഈ ഒരു കോമൺവെൽത്ത്
ആക്ടിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് കാണാൻ സാധിക്കും പ്രൊട്ടക്ടർ അഥവാ ഈ പാർലമെന്റിന്റെ ഒരു പ്രൊട്ടക്ടർ ആയിട്ട് അല്ലെങ്കിൽ പ്രൊട്ടക്ടർ ആയിട്ട് നിയമിച്ച, അതേപോലെ തന്നെ അതിന്റെ മുൻപിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ആര്? ഒലിവർ ക്രോംവെൽ. ഒലിവർ ക്രോംവെലിന്റെ കാലഘട്ടം എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത് ആക്ച്വലി ഡ്രാമാസ് ഒക്കെ മുഴുവനായിട്ട് തന്നെ എന്തായി മാറി? ഇല്ലാണ്ടായി മാറി. മനസ്സിലായല്ലോ? ഡ്രാമാസ് ഒക്കെ മുഴുവനായിട്ട് തന്നെ. കാരണം എന്താ? ഈ പാർലമെന്റ് എന്ന് പറയുന്നത് പാർലമെന്റ് ഭരണം അഥവാ കോമൺവെൽത്ത് ഭരണത്തിന്റെ അണ്ടറിലുള്ള ആൾക്കാർ ആരാ? പ്യൂരിറ്റൻസ്. അതായത് ആക്ച്വലി അവിടെ എന്താ? പ്രൊട്ടസ്റ്റ്, അതായത് പ്യൂരിറ്റൻസ്. ആക്ച്വലി അവരെ സംബന്ധിച്ചിടത്തോളം തിയേറ്റർ അഥവാ അറിയാലോ, ഡ്രാമ നടക്കുന്ന സ്റ്റേജിനെ നമ്മൾ തിയേറ്റർ എന്ന് വിളിക്കുക. ഈ തിയേറ്റർ എന്ന് പറയുന്നത് വലിയൊരു പാപമാണ്. ഓക്കെ, വലിയൊരു പാപമായിട്ടാണ് അവർ കണക്കൂട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡ്രാമാസിനായിട്ടുള്ള തിയേറ്റേഴ്സ് ഒക്കെ ഇവർ എന്ത് ചെയ്തു? അടച്ചങ്ങോട്ട് കൂട്ടിച്ചു. മാത്രമല്ല അത് അഭിനയിച്ചു കൊണ്ടിരുന്ന ആക്ടേഴ്സും ആക്ടേഴ്സിനൊന്നും എന്തായിരുന്നില്ല, അവരുടെ ജീവിതമൊന്നും ഒരിക്കലും സേഫ് ആയിരുന്നില്ല. കാരണം അവരെ തെമ്മാടികൾ, അതായത് ഈ ഡ്രാമയിൽ അഭിനയിക്കുന്നവരൊക്കെ തെമ്മാടികളാണ് എന്നുള്ള രീതിക്കായിരുന്നു ഈ കോമൺവെൽത്ത് പീരീഡിൽ കണക്കൂട്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു? ഈ ഒരു കാലഘട്ടത്തോടു കൂടി ഡ്രാമ തിയേറ്റേഴ്സ് ഒക്കെ എന്തായി? നല്ല വൃത്തിക്ക് അടച്ചു പൂട്ടി. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലാണ് നമ്മുടെ റിനൈസൻസ് പീരീഡ് അവസാനിക്കുന്നത്. മനസ്സിലായല്ലോ? പിന്നീട് വരുന്ന ഒരു പീരീഡ് ആണ് ഇത് നിയോ ക്ലാസിക്കൽ ഏജ് എന്ന് വിളിക്കും അല്ലേ? സോ ഇത്രയേ ഉള്ളൂ റിനൈസൻസ് പീരീഡ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? സോ ഒരുപാടധികം പഠിക്കാനുണ്ട് ഒന്നും നിങ്ങൾ വിചാരിച്ച് ടെൻഷൻ ആവണ്ട. ബ്രിട്ടീഷ് ഹിസ്റ്ററിയുടെ ക്ലാസ് ഒക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. അതല്ല, ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം തന്നെ ബേസ് മുതൽ പഠിച്ചു വരിക ലിറ്ററേച്ചർ. അതായത് ഇപ്പൊ ഈ ലിറ്ററേച്ചർ യൂണിറ്റ് 2 തന്നെ നമ്മൾ ഈ ഓരോ പീരീഡിന്റെയും പ്രത്യേകതകൾ വിശദീകരിക്കുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ നല്ല ബേസിക് ആയിട്ട് വൃത്തിക്ക് പഠിച്ചു വന്നാൽ നിങ്ങൾക്ക് ഇത് പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, കാരണം ഇത് ലിറ്ററേച്ചർ ഒരുപാട് ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ SLM എടുത്തൊന്ന് വായിച്ചു നോക്കുക. ഞാൻ പഠിപ്പിച്ചെല്ലാം മനസ്സിലായത് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെ ബൈ ആൻഡ് താങ്ക് യു.